എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്ക്ലൈമറൊന്നും ഇല്ല കേട്ടോ. കാരണം ഇന്നത്തെ വിഷയം രേണുസുതി അല്ല. പക്ഷേ താമസിയാതെ ഞാൻ വൈറലാവാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം എന്നല്ലേ? രേണുസുതിയുടെ സുഹൃത്ത് സജീന ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അതിനകത്ത് സജീന എന്നെ പരാമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ പ്രശസ്ത അഭിനേത്രിയും സർവോപരി ഗായികയും ഡാൻസറൊക്കെയായ വിധവകളുടെ ബ്രാൻഡ് അംബാസഡറായ രേണുസുതിയുടെ പക്കൽ നമ്മുടെ പേരെത്തിയിരിക്കുന്നു ഗൈസ്. ദേവു ഡീകോട്സ്. സജീനയോട് പറയാനുള്ളൊരു കാര്യം, ദേവ് ഡീകോട്സ് ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ദേവ് ഡീകോട്സ് എന്ന് തന്നെ വായിക്കണം. DEV എന്നാണ് സ്പെല്ലിംഗ് വരുന്നത്. DEVU അല്ല. ഓക്കെ, അപ്പോൾ പേര് പറയുമ്പോൾ ദേവു ഡീകോട്സ് എന്ന് പറയരുത്, ദേവ് ഡീകോട്സ് എന്നേ പറയാവൂ. നമ്മുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിനോട് പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ കാറിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞാൻ മറുപടി കൊടുക്കണോ വേണ്ടിയോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. പിന്നെ പല ആൾക്കാരും എന്നോട് പറഞ്ഞു, ദേവേ നീ കണക്കിന് കൊടുക്കാത്തതുകൊണ്ടാണ് അവർ വീണ്ടും നിൻ്റെ പേര് തന്നെ എടുത്ത് സംസാരിക്കുന്നത്. കാരണം ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നീ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ മറ്റാരുടെ പേരും സജീനെ എടുത്ത് വെച്ച് സംസാരിക്കുന്നില്ല, നിൻ്റെ പേര് മാത്രം, നിൻ്റെ വീഡിയോ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഞാനും ആലോചിച്ചു, ശരിയാണോ? എൻ്റെ വീഡിയോ മാത്രമേ സജീന കാണുന്നുള്ളൂ? റിയാക്ഷൻ വീഡിയോ ആയിട്ട് ആകെ കാണുന്നത് ദേവിൻ്റെ വീഡിയോ മാത്രമാണോ? അല്ല. അപ്പോൾ അതിനൊരൊറ്റ കാരണം, ഞാൻ സംസാരിക്കുന്നത് ഒന്നുകിൽ സജീനയ്ക്ക് അത് എവിടേക്കോ കൊള്ളുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ തെറി പറയുന്നില്ല. ഇവർ റിയാക്ട് ചെയ്യുമ്പോൾ മറുപടി കൊടുക്കാനും തോന്നുന്നു, കൊടുക്കണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കൊരു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അമ്മ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേവേ അവരെ ഇനി നീ വിളിക്കുന്ന പേര് വിളിക്കരുത്, ആ പേര് ഞാൻ പറയുന്നില്ല, ആ പേര് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരാൾ പറയുന്നതല്ലേ, നമ്മൾ കേൾക്കാം. ഇവർ സജീനയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, രേണുവിനെ ഇനി ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, രേണു ഇനി മോശമായിട്ട് പെരുമാറിയാൽ അല്ലെങ്കിൽ മോശമായിട്ട് സോഷ്യൽ മീഡിയ വന്ന് സംസാരിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ രേണുവിൻ്റെ അടുത്ത് പോയിട്ട് അവർ ആൽബം എന്തോ ഷൂട്ടിന് പോയതാണ്, വോട്ടെവർ. രേണുവിൻ്റെ വിഷയം എടുത്തിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അത് നിങ്ങൾക്ക് ബോറാവുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ സംസാരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതും റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളത് സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് കുറേ അധികം നടിമാരുടെ വീഡിയോകൾ പുറത്തു വന്നു. അതിനകത്ത് ഈ നടിമാരൊക്കെയും സോഷ്യൽ മീഡിയ ട്രോളുകൾക്ക് വിധേയരായിട്ടുണ്ട്. പല ആൾക്കാരും അതിൻ്റെ ഒരു അപ്പോളജി പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് അന്നാരാജൻ ഇട്ടിട്ടുണ്ട്, രമ്യ പണിക്കർ ഇട്ടിട്ടുണ്ട്, റെനീഷയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. റെനീഷനെ മതപരമായിട്ടാണ് ആക്രമിക്കുന്നത്. ശരിക്കും നമ്മുടെ ആൾക്കാർക്ക് എന്താ പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നടിമാർ അവർ പൊങ്കാലയ്ക്ക് അവർക്ക് ബിക്കിനിട്ട് വരാൻ പറ്റില്ലല്ലോ, പൊങ്കാലയ്ക്ക് അവർക്ക് ഈ പറയുന്ന ജീൻസും പാൻറ്റും ഇട്ടൊന്നും വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, സാരി ഉടുത്ത് അല്ലെങ്കിൽ മുണ്ട് നേരിട്ട് കൊടുത്ത് വന്നു. അവർ അരി കഴുകിയിടുമ്പോൾ അല്ലെങ്കിൽ അവർ പാത്രം കഴുകുമ്പോൾ ഈ സമയത്ത് അവർക്ക് അവരുടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ആ പൊങ്കാല ഇടുന്നത് എങ്ങനെ ഭംഗിയാക്കണം, അതൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇത് രമ്യ പണിക്കർ അവരുടെ പോസ്റ്റിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതുപോലെ പല നടിമാരും അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ഓൺലൈൻ മീഡിയക്കാരന്മാർ അവരുടെ മുന്നിൽ പോയി നിന്നിട്ട് അവരുടെ കാണിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ക്യാമറ കൊണ്ട് തിരികെ വെച്ച് സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ചീത്തവിളി അവർക്ക് മാത്രം എങ്ങനെയാണ് വരുന്നത്? അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് പറയാം. അവർ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാർ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി സ്ത്രീകൾ എല്ലാവരും അല്പശരീരമുള്ള ആൾക്കാരെല്ലാം മുണ്ടുനേരെ കൊടുത്തു കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗവും അല്ലെങ്കിൽ ക്ലേവിയേജ് ഒക്കെ കാണും. എന്തുകൊണ്ട് അവരെ ട്രോളുന്നില്ല? അവരുടെ വീഡിയോകൾ ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല, ഈ ഓൺലൈൻ മീഡിയകൾ പുറത്തുവിടുന്നില്ല. അവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? ഈ നടിമാരെയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആക്രോശവും കംപ്ലീറ്റ് തെറിവിളിയും ആർക്ക് ഇരിക്കട്ടെ? നടിമാർക്ക് ഇരിക്കട്ടെ. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഇപ്പോൾ അന്നരാജനായിക്കോട്ടെ, അവർ ഡ്രസ്സ് ധരിച്ചാൽ, അവർ സാരി ഉടുത്താൽ അല്ലെങ്കിൽ അവർ മുണ്ടുനേര് ഉടുത്താൽ അത് അങ്ങനെയാണ് വരിക. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞു, 56 പിന്നു കുത്തി വെച്ചാലും എവിടെയെങ്കിലും ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ക്യാമറ സൂം ചെയ്യുന്ന ടീമുകളാണ് ഉള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇനി നിങ്ങൾ പറ. പൊങ്കാലിക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വരണോ? അതോ മുണ്ട് എടുത്ത് ശരീരം മുഴുവൻ ചുറ്റണോ? എന്താ വേണ്ടത്? അവർ എനിക്ക് മനസ്സിലാവുന്നില്ല. പല ആൾക്കാരും ഈ നടിമാരെ കുറ്റം പറയുന്നു. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഭാഗികമായിട്ട് അവർ ശ്രദ്ധിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് അത് മാത്രം നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഈ ഫുൾ കവർ ഇത് ഇന്നലെ എനിക്ക് തോന്നുന്നു, ആ കുട്ടിയുടെ പേര് നിവേദ്യെന്നോ അങ്ങനെ തോന്നുന്നു പേര്, ഏതോ ഒരു ചാനൽ നീലക്കുയിലാണെന്ന് തോന്നുന്നു. കുട്ടിയുടെ ഫ്രണ്ടിൽ വന്നപ്പോഴേക്കും തോർത്തെടുത്ത് മറയ്ക്കുകയാണ്. നിവൃത്തികേടാണ് അവരുടെ. വീഡിയോ വരുമ്പം ഈ ക്യാമറാമാനെയോ അല്ലെങ്കിൽ ആ മീഡിയക്കാരനോ അല്ല കുറ്റം പറയുന്നത്, ഈ സ്ത്രീകളെയാണ്. അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, നമുക്ക് അന്നാരാജൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അതൊന്ന് വായിക്കാം ആദ്യം. അതിനുശേഷം ആ വാർത്തയിലേക്ക് പോകാം. വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ് ആൻഡ് ടിയേഴ്സ് ഇൻ മൈ ഐസ്, this was my very first time offering Pongala at Attukal Amma's holy feet. I came only with pure devotion, standing in the extreme heat, cooking with firewood,
chanting her name with faith in my heart. In between this scared moment, some unwanted videos and clips were captured and shared. I trusted and respected everyone around me, including the media. It truly hurt me to see certain moments highlighted in a way that took away from the devotion of that day. If my sari, my expressions, or anything about me unintentionally hurt the sentiments of any devotee, I sincerely seek forgiveness. That was never my intention. Amma knows my hurt. She knows the struggle, the heat, the prayers, and the sincerity behind my smile. That truth is enough for me. I will always remain a humble devotee of Atukal Amma, surrendering everything at her lotus feet. ഇതാണ് അന്ന രാജൻ്റെ പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. ഇതിന് ശേഷം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വീഡിയോകളും മോശം രീതിയിൽ പ്രചരിപ്പിച്ചെന്ന നടി അന്ന രാജൻ തികഞ്ഞ ഭക്തിയോടെയാണ് പൊങ്കാലയ്ക്ക് എത്തിയത്. തന്റെ വസ്ത്രധാരണം ഏതെങ്കിലും രീതിയിൽ വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും സാമൂഹിക മാധ്യമത്തിൽ അന്ന രാജൻ കുറിച്ചു. ഈ ആറ്റുകാൽ പൊങ്കാല ദിവസത്തിന് ശേഷം സമൂഹ മാധ്യമം, പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അന്ന രാജന്റെ ചില വീഡിയോകളും ഒപ്പം തന്നെ സ്റ്റില്ലുകളും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് മോശമായ രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടന്നത്. അവരുടെ ശരീരഭാഗങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയോടെ ചിത്രീകരിച്ചുകൊണ്ട് പൊങ്കാലിടാൻ വന്നൊരു ഭക്ത നിലയിൽ പൊങ്കാലിടാൻ വന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചില ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. അത് വലിയ ചർച്ചയായിരുന്നു. ഇവർക്കെതിരെ വരെ, നടിക്കെതിരെ വരെ ചില വിമർശനങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ, വിവാദമൊക്കെ ആവുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്ന സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഞാൻ ഒരു ഭക്ത നിലയിലാണ് ആദ്യമായി പൊങ്കാലിടാൻ വന്നത്. നമ്മൾ മറുപടി സംസാരിച്ചാണ് ഒരു കാര്യം എടുത്തു വേണം. നമ്മൾ ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ അവർക്ക് ഒരു പരാതിയില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും ഓൺലൈൻ പോർട്ടലുകൾക്കെതിരെയുമാണ് നടിയുടെ പ്രധാനപ്പെട്ട പരാതി. ഭക്തയായി വന്നു, ഭക്തിയിൽ നിന്നും അകന്നു പോകുന്ന വിധത്തിൽ ചില നിമിഷങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ള പരാതിയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് അവർ ഏതെങ്കിലും വസ്ത്രധാരണം ഏതെങ്കിലും രീതിയിൽ വിശ്വാസികൾക്കോ ഭക്തന്റെ വികാരങ്ങളോ മനഃപൂർവ്വമായി വേദനിപ്പിച്ചാൽ അതിന് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. അതൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഒരു ഭക്തയെ പോലെ വന്നു എന്നാണ്. അതാണ് നമ്മൾ സംസാരിച്ചത്. സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഒരു ആദ്യമായി പൊങ്കാല സന്തോഷമുണ്ട് എന്നൊക്കെ രീതിയിലാണ്. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ കുറെ നാളുകളായി പൊങ്കാല സമയത്ത് വരുന്ന നടിമാരുടെ, പ്രത്യേകിച്ചും അവരുടെ ചുറ്റും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വന്നുകൊണ്ട് പ്രത്യേകമായി ഈ പൊങ്കാലയ്ക്ക് അപ്പുറത്തേക്ക് അവരെ തന്നെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത കുറെ ദിവസമായി, കുറെ കാലമായി, 2-3 വർഷമായി കൂടുന്നുണ്ട്. അതിനെതിരെ കൂടിയുള്ള ഒരു പ്രതിഷേധമാണ് നടിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കേട്ടല്ലോ, ഇതിപ്പോൾ അന്ന രാജന്റെ മാത്രം വിഷയമല്ല. ഒരുപാട് പേര് ഇത്തരം വീഡിയോകൾക്ക് ഇരയായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. ചിപ്പി ചേച്ചി കുനിഞ്ഞു നിന്നിട്ട് അരി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓൺലൈൻ മീഡിയക്കാരന് ഒന്ന് ബെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചിപ്പി ചേച്ചിയുടെ ഫേസ് കിട്ടും. പക്ഷെ അവൻ അതല്ല ചെയ്യുന്നത്. അവന് മേളിൽ നിന്ന് സൂം ചെയ്യണം. ഇതുപോലെ പല ആൾക്കാരുടെ വീഡിയോകൾ. ഇത് ആരുടെ മിസ്റ്റേക്കാണ്? ഈ സ്ത്രീകൾ പിന്നെ എന്ത് ചെയ്യണം? അവരെന്താ സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പൊങ്കാല വെക്കണോ? അവരെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ അന്നാരാജിൻ്റെ ഡ്രസ്സിങ് എന്താണ് അതിന് മിസ്റ്റേക്ക്? അത് എവിടെയാണോ വയറ് കാണാൻ പറ്റുന്നത് ആ ഭാഗത്ത് കൊണ്ട് സൂം ചെയ്തത് ആരുടെ കുഴപ്പമാണ്? ഞാൻ ഇന്നലെയും ചോദിച്ചു, ഇവൻ്റെയൊക്കെ അമ്മയും പെങ്ങളും വരുന്ന ഇവനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമോ, ഷൂട്ട് ചെയ്യുമോ? ഇവൻ്റെയൊക്കെ അമ്മയും പെങ്ങളോട് ഇതുപോലെ പൊങ്കാല ഇടാൻ വേണ്ടി നിൽക്കുന്നു. അവരെന്താ പർദ്ദയിട്ടാണോ നിൽക്കുന്നത്? അല്ലെങ്കിൽ അവർ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രം ധരിച്ചാണോ പൊങ്കാല ഇടാൻ വരുന്നത്? ഒന്നും അല്ലല്ലോ. അവരും സാരിയും ചുരിദാറൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? അവരുടെ അടുത്ത് പോയിട്ട് ഇവനൊക്കെ ഈ പരിപാടി കാണിക്കുമോ? അപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ്. അതാണ് ഇവരൊക്കെ കാണിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനി റെനീഷയുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം പൊങ്കാലിടാൻ പോയത് വലിയ സംഭവമായിപ്പോയി. നമ്മുടെ നാട്ടിൽ മതമില്ലാത്തൊരു ദിവസം ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഫ്ലഡ് വരണം, അല്ലെങ്കിൽ സുനാമി വരണം. ഇത് രണ്ടിലെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മതമില്ല, ജാതിയില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. മനുഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്ലഡ് വന്ന സമയത്ത് ഞാൻ കൊച്ചിയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓട്ടമായിരുന്നു റെസ്ക്യൂ സർവീസിന് വേണ്ടി. അവിടെ ജാതിയില്ല, മതമില്ല, ആരെ എപ്പോൾ എവിടെ നിന്ന് പിക്ക് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അവിടെ മതം ചോദിക്കുന്നില്ല, ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് ചോദിക്കുന്നില്ല, ഏത് ജാതിയാണെന്ന് ചോദിക്കുന്നില്ല. ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടി പൊങ്കാലിടാൻ പാടില്ല എന്ന് യാതൊരു നിയമത്തിലും പറയുന്നില്ല, എവിടെയും പറയുന്നില്ല. ആ കുട്ടി സംസാരിക്കുന്നത് കേൾക്കണം. അതിന് കുറേ കാര്യങ്ങൾ അറിയാം ഈ പൊങ്കാലയെക്കുറിച്ച്. അറിയാത്ത കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കേട്ടോ. റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്ന് വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാല ഇട്ടതും. എന്റെയും ചിന്നോടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാല ഇടുന്നതിന്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും. അതിലേക്ക് ഇടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. എന്നിട്ട് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും, അതായത് നന്മയും സ്നേഹവും വിവേകവും ചേർക്കുന്നതിലൂടെ ആത്മീയമായി ദേവിയിലോട്ട് നമ്മൾ അടുക്കുന്നു. ഉത്തരം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവിടെ സഫലമാവുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടപ്പോൾ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആപത്തുകൾ ഒഴിവായി പോകുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായതുകൊണ്ട് തന്നെയാവും ഓരോ വർഷവും ഇവിടെ കൂടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നത്. ഞങ്ങൾ എല്ലാവരും ജലപാനം പോലും കുടിക്കാതെ ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ വെള്ളം കുടിച്ചത്. എങ്കിൽ പോലും ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ പൊങ്കാല ഇടാനും
പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ കരുതുന്നത്. 2:40 ക്ഷേത്രത്തിലെ മുഖ്യ ശാന്തി വന്ന് തീർത്ഥം തെളിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും പൊങ്കാല പ്രസാദം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടത് ആക്ച്വലി നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കലത്തോടു കൂടി പ്രസാദമൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിലോട്ട് മടക്കി യാത്രയായി. അവരെത്ര സന്തോഷത്തോടെയാണ് ആ ഒരു ദിവസം എൻജോയ് ചെയ്തത്, അല്ലെങ്കിൽ പൊങ്കാലിടാൻ വന്നത്. ആ ഓരോ കാര്യങ്ങളും അവർക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് അവർ മാക്സിമം അതുമായിട്ട് സഹകരിച്ച് പൊങ്കാലയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. പക്ഷേ അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പൊങ്കാലയ്ക്ക് വന്ന സിനിമാ നടികൾ അല്ലെങ്കിൽ സീരിയൽ നടികൾ മാത്രമാണോ ഫോട്ടോസ് എടുത്തിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്? സാധാരണക്കാർ ആരും എടുത്തിട്ടില്ലേ? ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ ആ കമൻറ്റുകൾ ചെറുതായിട്ടൊന്ന് വായിക്കാം. അബ്ദുറബിനോട് മറുപടി പറയേണ്ടി വരും മോൾ. അബ്ദുറബ് ആരാ? റനീഷയുടെ വാപ്പയുടെ പേര് അബ്ദുറബ് എന്നാണെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം എന്നുള്ള ഒരു പ്രൊഫൈൽ നിന്നാണ് ഈ കമൻറ്റ് വന്നേക്കുന്നത്. അടുത്തത്, ഇത്താത്ത ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതില്ലേ ഇത്താത്ത വേറെ കാസ്റ്റും റിലീജിയനും അല്ലേ? അപ്പോൾ അവിടെ പോയത് തെറ്റല്ലേ? അതും ഈ പുണ്യ റമദാൻ മാസത്തിൽ അവിടെ പോയത് തെറ്റല്ലേ ഇത്താത്ത? എന്താ പൊങ്കാല ഇടുന്ന ദിവസം നോമ്പ് എടുക്കാതിരുന്നത്? ഇത്താത്തയുടെ ഉമ്മ വഴക്ക് പറഞ്ഞില്ലേ? ഇത്താത്തേനെ പൊങ്കാല ഇടാൻ പോയതിന് പിന്നെ ഇത്താത്തേനെ അവർ ആ പ്ലേസിൽ കയറ്റിയോ? അവരൊന്നും പറഞ്ഞില്ലേ ഇത്താത്തേനെ? ഇത്താത്ത അവിടെ ചെന്നപ്പോൾ ഇത്താത്തേനെ വഴക്ക് പറഞ്ഞില്ലേ? ആരും വേറെ റിലീജിയനിൽപ്പെട്ട വിശ്വാസികൾക്ക് അവിടെ പോയി പൊങ്കാല ഇടാൻ പറ്റുമോ? അവർ അതിന് സമ്മതിക്കുമോ? അവിടെ നമ്മളെ കയറ്റുമോ? ഇങ്ങനെ പോകുന്നൊരു കമൻറ്റാണ്. ഈ മോൾക്ക് ഒരു പക്ഷേ അഫ്രിൻ എന്നാണ് പേര്. ഈ മോൾക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഏത് മതസ്ഥർക്കും ഇടാം, വിശ്വാസമുണ്ടായാൽ മാത്രം മതി. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം, പ്രതീക്ഷയും. അപ്പോൾ അവിടെ ജാതി മത ഭേദമന്യേ ആർക്കും പൊങ്കാലയിടാൻ അവസരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തോടെ വിളിച്ചാൽ ഏത് ദൈവവും വിളി കേൾക്കും. അതിന് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ മോസ്കിൽ പോകാറുണ്ട്. മോസ്ക് ഇൻ ദ സെൻസ് ഭീമാപള്ളി ഞാൻ പോകാറുണ്ട്, വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട്, പാളയം പള്ളിയിൽ പോകാറുണ്ട് ട്രിവാൻഡ്രത്ത്, എറണാകുളത്താണെങ്കിൽ കലൂർ പള്ളിയിൽ പോകാറുണ്ട്, എടപ്പള്ളി ചർച്ചിൽ പോകാറുണ്ട്, വല്ലാർപാടത്ത് പോകാറുണ്ട്. ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. ഒരു മതത്തിലും അങ്ങനെ ഇന്ന മതമാണ് എൻ്റെ മതം എന്ന് ഞാൻ പറയാറില്ല. അതെൻ്റെ വിശ്വാസമാണ്. ഇതുപോലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ. അല്ല റനീഷ, നീ മതം മാറിയോ? മനസ്സിലാവുന്നില്ല ആൾക്കാരെന്താ ഇങ്ങനെയെന്ന്. ഈ ഷഫീഖിനോട് ഞാൻ ചോദിച്ചോട്ടെ, താൻ റോഡിൽ കൂടെ നടന്നു പോകുന്നു, തനിക്കൊരു തളർച്ച വന്ന് താൻ വീണു, തനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്ന ഒരാൾ അയാളുടെ ഹിന്ദു മതവിശ്വാസിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസമാണെന്ന് വിചാരിക്കുക. തനിക്ക് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ, താൻ അയാളുടെ വെള്ളം മേടിക്കത്തില്ലേ? താൻ പറയോ താൻ മുസ്ലിം ആണെങ്കിൽ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ എന്ന് പറയോ? ഒന്നുമില്ല. ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത്. അവരവരുടെ ഒരു താല്പര്യപ്രകാരം അവർക്ക് അറിവ് ഉള്ളത് വെച്ചിട്ട് അവർ പൊങ്കാലിടാൻ പോയി. അവർ മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ. ഹിന്ദുക്കൾ നോമ്പെടുക്കുന്നുണ്ട് ഈ റമദാൻ മാസത്തിൽ. നിങ്ങൾക്കറിയോ? എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നോമ്പെടുക്കുന്നുണ്ട്. നിങ്ങൾ പറയോ നോമ്പെടുക്കാൻ പാടില്ല എന്ന്? പറയില്ലല്ലോ. പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ ഒരു തിരിച്ചു ചോദ്യം? നീ മതം മാറിയോ? മതം മാറിയാൽ മാത്രമേ പൊങ്കാലിടാൻ പാടുള്ള നിയമമുണ്ടോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ വെറും ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്ന സാധനങ്ങളുടെ പ്രശ്നമാണ്. മതം കൊണ്ട് മാത്രം ജീവിക്കുന്ന ടീമുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് ആളുകളെ ജഡ്ജ് ചെയ്യുന്നത്. എടോ മനുഷ്യനാവടോ, ആദ്യം മനുഷ്യനാവും, പിന്നെയാണ് മതം. ഉളുപ്പ് തോന്നുന്നില്ലേ ഇത് ചോദിക്കാൻ? ഇനി ഈ വിഷയത്തിൽ റനീഷ കമൻറ്റ് വന്നതിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ കൂടെ കണ്ടേക്കാം. ഹലോ, ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പോൾ പൊങ്കാലയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ അതിനേക്കാൾ തിരക്കാണ് ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്ന് അറിയോ? അപ്പോൾ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം. എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിട്ടു. പക്ഷേ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ വീട്ടുകാർ ഒരു പക്ഷേ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോട് കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30 തീയതി വരെ സി കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 അല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പോൾ ആ 30 എനിക്ക് വർക്ക് ഉണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. എന്നാൽ ഈ കമന്റ് ഇട്ടവർക്ക് ഇത് വല്ലതും ഉണ്ടോ? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഉണ്ടോ? ജോലി ഉണ്ടാവുമായിരിക്കും, കൂലി ഉണ്ടാവുമായിരിക്കും, പിന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ടോ? വെറും ഒരു നേരം പോക്ക് നിങ്ങൾക്ക്. ഇങ്ങനെ കമന്റ് ഇടുമ്പോഴേക്കും അത് കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു വിഷമം മനസ്സിൽ ചിന്തിക്കും. അപ്പോൾ ഉണ്ടാകുന്നൊരു ആത്മനിർവൃതി. ഇതൊക്കെ കൊണ്ടാണ് ആ കമന്റ് ഇടുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. സമ്മതിക്കണം മക്കളെ, നിങ്ങളൊക്കെ സമ്മതിക്കണം. ബാക്കിയൊക്കെ ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയമാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസ ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാലിട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു
ചെയ്തു, അല്ലെങ്കിൽ അത് നാശമാക്കി കൊളവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അവർ പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നും ഇല്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്രൈറ്റീരിയ എല്ലാം ഞാൻ ഫോളോ ചെയ്ത് മനസ്സും ശരീരം എല്ലാം വൃത്തിയാക്കി പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. എന്ത് ഇങ്ങനത്തെ ഉള്ള ഡിസ്റെസ്പെക്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് 7-8 വർഷമായി ഞാൻ വരുന്നു സീരിയലിന്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓഫ് ഡേ കിട്ടുമ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ തൊഴാൻ പോകും. ഞാൻ പോകാറില്ല. എനിക്ക് വിശ്വാസം കൊണ്ട് കാണണം എന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പോകാറില്ല. കാരണം അവരുടെ വിശ്വാസം അന്യമതത്തിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. സാരമില്ല, ഞാൻ പുറത്തുനിന്ന് അതിലൂടെ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും, അമ്പലം കണ്ടാലും പ്രാർത്ഥിക്കും, ഒരു ആംബുലൻസ് പാസ് ചെയ്താലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നോട് ആരും നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരെ എല്ലാം റെസ്പെക്ട് ചെയ്യാൻ എന്റെ വീട്ടുകാരെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ ഒരു നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം എന്നാണ് കേട്ട് ഞാൻ വളർന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? എല്ലാ മതവും ഗ്രന്ഥങ്ങളും പറയുന്നത് ഒരേ കാര്യം തന്നെയല്ല. മനുഷ്യൻ നന്നായി ജീവിക്കാനും സഹജീവികളോട് സ്നേഹം കാണിച്ച് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാനല്ലേ എല്ലാ മതക്കാരും പറയുന്നത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഉള്ളവനില്ലാത്തവനെ ദാനം ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, സ്നേഹിക്കുക എന്നൊക്കെ തന്നെയല്ലേ. ഇതിനിടയ്ക്ക് എന്തിനാണ് ഇത്രമാത്രം നെഗറ്റിവിറ്റി? പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ എന്റെ പൊന്നോ തുറക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമിൽ ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവർ ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിന്റെ കമന്റ്സ് നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോൾ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. എന്തിനാണ് ഇത് 2026 ആൾക്കാർ പല വിധത്തിലായിരിക്കും, പല വിധത്തിലുള്ള ഐഡിയോളജി ആയിരിക്കും, വിശ്വാസമായിരിക്കും, മറ്റുള്ള സംസ്കാരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാവരെയും സ്നേഹിക്കണം. ഇത് നമ്മുടെ ജീവിതമല്ലേ. അങ്ങനെ ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും ദൈവവും തമ്മിലായിക്കോട്ടെ, അത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലേ. നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം വിഷമിക്കുന്ന, കരയുന്നത് എന്തിനാ? നമുക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലും തെറ്റായിട്ടാലും നല്ലത് ചെയ്താലും അത് നമുക്കല്ലേ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് സ്റ്റോപ്പ് സ്പ്രെഡിങ് നെഗറ്റിവിറ്റി. ആൾക്കാർ ജീവിക്കട്ടെ, ജീവിക്കാൻ അനുവദിക്കും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ലൈഫ് ജീവിക്കും. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ, സങ്കടപ്പെടുത്താതെ നല്ല രീതിക്ക് ജീവിച്ചാൽ തന്നെ ആ ജീവിതം നല്ലതായി. ഇപ്പൊ കേരളം തന്നെ എന്തോരം കാര്യങ്ങളെയാണ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്. മഹാമാരി, പ്രളയം, പിന്നെ മണ്ണിടിച്ചിൽ, അങ്ങനെ എന്തോരം ദുരന്തങ്ങളാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴൊക്കെ മനുഷ്യന്മാർ ഒറ്റ കെട്ടായിട്ടല്ലേ നിന്നത്. രക്ഷിച്ചതും ഹെൽപ്പ് ചെയ്തതൊക്കെ ജാതി ഏതാ മതം ഏതാ നോക്കിയിട്ടാണോ? പിന്നെ എന്തിനാണ് ഒരു പൊങ്കാല ഇടുമ്പോഴത്തേക്കും ഇത്രയും ഭൂകമ്പം എന്തിനാ? അപ്പോൾ ഇത് പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളല്ലപ്പാ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അത് കുഴപ്പമില്ല. അത് നിങ്ങളും നിങ്ങളുടെ കർമ്മയും ആയിക്കോട്ടെ. അതും പൂമറങ്ങ പോലെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വരും. എന്തായാലും അത്രയേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് റനീഷ്ക്ക് പറയാനുള്ളത്. ഞാനും അതിനോട് യോജിക്കുകയാണ്. കാരണം അവരുടെ ഇഷ്ടപ്രകാരം അവർ വിശ്വാസത്തോടെ ചെയ്തൊരു കാര്യം. അവരാരെയും കൊന്നില്ലല്ലോ, ആരുടെയും നിന്നും ഒന്നും തട്ടിപ്പറിച്ചില്ലല്ലോ. അവരെന്താ ചെയ്തത്? മറ്റൊരു മതത്തെ റെസ്പെക്ട് ചെയ്തു. അവിടെ പോയിട്ട് പൊങ്കാല ഇട്ടു. ഇത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അതിന് ഞാൻ ആ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ കുറേയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് പേര്, നീ മതം മാറിയോ, നിനക്ക് ഇതിലേക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ, നീ അവരുടെ മതത്തിൽ അവരെ റെസ്പെക്ട് ചെയ്തോളൂ, പക്ഷെ പൊങ്കാലിട്ട് തെറ്റായിപ്പോയി. എന്ത് തെറ്റാടോ? എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ്. ചാപം കിടക്കുമ്പോൾ വെള്ളം ചോദിക്കുന്നു, മതം നോക്കിയിട്ടാണ് വെള്ളം ചോദിക്കുന്നത്? ഒന്നും അല്ലല്ലോ. ബ്ലഡ് വേണം. വരുന്നവൻ ഏത് ജാതി മതം നോക്കുമോ? ബ്ലഡ് കയറ്റിയേ പറ്റുള്ളൂ. അവിടെ ജാതി മതമൊന്നുമില്ല. ഇവിടെ മാത്രം ജാതി മതം. സമ്മതിക്കണം. കുറേ കാലം മുന്നേ ഒന്നും ഇല്ലാതിരുന്ന സാധനമാണിത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ച് അധികം ആക്റ്റീവ് ആയപ്പോഴേക്കും പിന്നെ ഒരാളെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ എത്രമാത്രം ഇൻസൾട്ട് ചെയ്യാൻ പറ്റും അത്രമാത്രം ഇൻസൾട്ട് ചെയ്യാൻ ഒരു മടിയില്ല. ജീവിക്കണോ മനുഷ്യനായിട്ട് ജീവിക്കും. മതം നിങ്ങൾക്ക് ഒരു ഉണ്ടയും കൊണ്ട് പുഴുങ്ങി തരില്ല. അതേസമയം മനുഷ്യനെ സ്നേഹിക്കും. നാളെ ചാപം കിടക്കുമ്പോഴേക്കും ഒന്ന് പിടിച്ച് എഴുന്നേറ്റ് ഇരുത്താനെങ്കിലും കൂടെ ഉണ്ടാവും. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.